എന്താണ് നിങ്ങളുടെ പ്രമാണം? ഉഗ്ദാനുഖ്വാൻ എന്ന ചോദ്യത്തോടെയാണല്ലോ കുർബാന ആരംഭിക്കുന്നത്. ദൈവത്തിൻ്റെ നിത്യവചനമായ മിശിഹ തന്ന പ്രമാണമാണ് ജീവിതയാത്രയിൽ നമുക്ക് മുഖ്യ മാർഗദീപം. പിതാവിൻ്റെ സ്നേഹത്തിൽ ഈശോ നിലനിൽക്കുന്നതുപോലെ നമ്മൾ ഈശോയുടെ സ്നേഹത്തിൽ നിലനിൽക്കണമെങ്കിൽ നാം അവിടുത്തെ കൽപ്പനകൾ പാലിക്കണമെന്ന് ഈശോ അരുൾ ചെയ്തിട്ടുണ്ട്. യോഹന്നാൻ 15:10. 1 പത്രോസ് 1:23 നാം വായിക്കുന്നത് പോലെ വചനമാകുന്ന അനശ്വര ബീജത്തിൽ നിന്ന് ജനിച്ചവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. വചനത്തിൽ നിന്ന് ജനിക്കണമെങ്കിൽ നമ്മൾ വചനം കേൾക്കണം. അതിനുള്ള അവസരമാണ് കുർബാനയിൽ തിരുസഭ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ദൈവമക്കളാണെന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് വചനശ്രവണം. ദൈവവചനം കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നത് വഴി നാം ദൈവഹിതവുമായി താതാത്മ്യപ്പെടുന്നു. അങ്ങനെയാണ് നാം ഈശോയോട് അനുരൂപരാകുന്നതും ഈശോയുടെ സ്നേഹത്തിൽ വാസം ഉറപ്പിക്കുന്നതും. ദൈവമക്കളുടെ ദൗത്യവും ജീവിതശൈലിയും ദൈവവചനം വെളിപ്പെടുത്തുന്നു. ദൈവവചന വായനകളിലൂടെ നാം ശ്രവിക്കുന്നത് ദൈവികമായ ഉടമ്പടി വചനങ്ങളാണ്. നാം പുതിയ ഉടമ്പടി ജനതയാണ്. ക്രിസ്തു സ്ഥാപിച്ച പുതിയ ഉടമ്പടിയുടെ ജനത. കുർബാന പുതിയ ഉടമ്പടിയുടെ കൂദാശയാണ്. ഈ കൂദാശ പരികർമ്മത്തിന് ഒരുക്കമായി തിരുവചന ശുശ്രൂഷയിലൂടെ ദൈവമക്കളുടെ ഹൃദയ ഫലകങ്ങളിൽ തിരുസഭ ദൈവവചനം നിക്ഷേപിക്കുന്നു. ദൈവവചസ്സുകൾ, ദൈവം സ്ഥാപിച്ച ഉടമ്പടിയുടെ വചനങ്ങൾ ദൈവജനം ശ്രവിക്കേണ്ടതിനു വേണ്ടി തിരുസഭ ഒരുക്കിയിരിക്കുന്ന പ്രാഥമികവും പ്രമുഖവുമായ വേദി കുർബാനയിൽ തന്നെയാണ്. പള്ളിയിലെ ബേമ അഥവാ തിരുവചന പീഠം ഇതിനു വേണ്ടിയുള്ള സജ്ജീകരണമാണ്. നമ്മെ ഉത്തമ ദൈവമക്കളാക്കി രൂപാന്തരപ്പെടുത്തുന്ന ആത്മീയ പാഠശാലയാണ് തിരുവചന പ്രഘോഷണ വേദി. അപ്പസ്തോല പ്രബോധനം 2:42 നാം വായിക്കുന്നത് പോലെ അപ്പസ്തോല പ്രബോധനം അഥവാ ആധികാരികമായ ദൈവവചന ശുശ്രൂഷ ക്രൈസ്തവ ആരാധനയുടെ അവശ്യ ഘടകങ്ങളിലൊന്നാണ്. ദൈവത്തിൻ്റെ ലോഗോസ് അഥവാ വചനത്തോട് ക്രൈസ്തവരെന്ന നിലയിൽ നമുക്കുള്ള അസ്തിത്വാത്മക ബന്ധത്തിൻ്റെ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് പോലെ പ്രപഞ്ചവും അതിലുള്ള സമസ്തവും ഉദ്ഭവിച്ചതും നിലനിൽക്കുന്നതും വചനത്താലും വചനത്തിലുമാണ്. ആ വചനം തന്നെയാണ് മനുഷ്യനായി അവതരിച്ചതെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1:14 സാക്ഷ്യപ്പെടുത്തുന്നു. ഈ വചനവുമായി നമ്മെ താതാത്മീകരിക്കുകയാണ് കുർബാനയിലെ തിരുവചന ശുശ്രൂഷ. ഇതിലെ പ്രാർത്ഥനകളും ഗാനങ്ങളും വായനകളും പ്രബോധനവും ധ്യാനപൂർവ്വം നാം സ്വീകരിക്കുന്നതിലൂടെ ഈ താതാത്മീകരണം സാധ്യമാകുന്നു. ഞായറാഴ്ചകളിലും ആഘോഷമായ തിരുനാളുകളിലും 4 വായനകളാണുള്ളത്. പഴയ നിയമത്തിലെ പഞ്ചഗ്രന്ഥത്തിൽ നിന്നും പ്രവാചക ഗ്രന്ഥത്തിൽ നിന്നും ഓരോ വായനയും, പുതിയ നിയമത്തിലെ സുവിശേഷത്തിലും ഇതര ഭാഗങ്ങളിൽ നിന്നുമുള്ള ഓരോ വായനയും. മറ്റു ദിവസങ്ങളിൽ പുതിയ നിയമത്തിൽ നിന്നുള്ള 2 വായനകളാണുള്ളത്. പുതിയ നിയമ വായനകൾക്ക് ഒരുക്കമായുള്ള ഗീതങ്ങളിൽ ഹല്ലേലൂയ ആവർത്തിച്ച് ആലപിക്കുന്നു. സ്വർഗവാസികളുടെ പ്രാർത്ഥനാ വചസ്സുകളാണ് ഹല്ലേലൂയ. ഇത് ആലപിക്കുന്നതിലൂടെ നാമും അവരോട് ചേരുകയാണ്. ഈ പ്രപഞ്ചവും ഭൂമിയും അതിലെ ജീവിതവ്യമായ അവസ്ഥകളും സൃഷ്ടിക്കപ്പെട്ടത്
ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. ഈ അവബോധത്തോടെ സകല സൃഷ്ടികളോടും ചേർന്നും അവയെ പ്രതിനിധാനം ചെയ്തുമാണ് നാം വചനമായ ദൈവത്തെ പാടി പുകഴ്ത്തുന്നത്. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. തൻ മഹിമാവല്ലോ വാനിലും ഊഴിയിലും തിങ്ങിവിളങ്ങുന്നു എന്നിങ്ങനെ ഇവിടെ ആലപിക്കുന്ന ഗാനത്തിലെ വാക്കുകൾ ഈ വസ്തുത വെളിപ്പെടുത്തുന്നു. സീറോ മലബാർ കുർബാനയിൽ കാർമികൻ അൾത്താരയിൽ നിന്നാണ് സുവിശേഷ ഗ്രന്ഥം ആഘോഷമായി ധൂപാർച്ചനയുടെയും കത്തിച്ച തിരികളുടെയും അകമ്പടിയോടെ വചനവേദിയിലേക്ക് കൊണ്ടുവരുന്നത്. മിശിഹ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നുവെന്ന പ്രതീകാത്മക ബൈബിൾ വിവരണം അർത്ഥമാക്കുന്നതെന്തോ അതാണ് അൾത്താരയുടെ വലതുഭാഗത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന സുവിശേഷ ഗ്രന്ഥം സൂചിപ്പിക്കുന്നത്. സുവിശേഷ പ്രദക്ഷിണം വഴി നാം ഇവിടെ അനുഭവിക്കുന്നതും ആദരിക്കുന്നതും കർത്താവിൻ്റെ വചനാത്മക സാന്നിധ്യത്തെയാണ്. നമ്മോട് സംസാരിക്കുന്ന കർത്താവിനെ തന്നെയാണ്. ഈ തിരുസാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മിശിഹായിക്കാണ് നമ്മൾ ഹല്ലേലൂയ ഗീതം ആലപിക്കുന്നത്. അതുവഴി നാം ഈശോയെയും അവിടുത്തെ വചനത്തെയും നമ്മിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുനാമത്തിൻ നിർമ്മലമാം അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. പകലുകളോടവിരതമവിടുത്തെ പുകളുര ചെയ്യുന്നു. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടുവിൻ. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടുവിൻ. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടുവിൻ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ.